നമ്മൾ യെസ്റ്റർഡേ ചെയ്തൊരു ക്വസ്റ്റ്യനാണിത്. അവിടെ നമുക്കത് ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ പറയാം. ഇൻ ദ പിക്ചർ എ ബി ആൻഡ് സി ഡി ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ദ സർക്കിൾ. പ്രൂവ് ദാറ്റ് ദ ആർക്സ് എ പി സി ആൻഡ് ബി ക്യു ഡി ജോയിൻ ടുഗദർ മേക്ക് എ സെമി സർക്കിൾ. ഇവിടെ രണ്ട് ആർക്കുണ്ട്. ഒരാൾക്ക് എ പി സിയും ഒരാൾക്ക് ബി ക്യു ഡിയുമാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പം ഒരു സെമി സർക്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. സെമി സർക്കിൾ മീൻസ് സം ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇത് തന്നിരിക്കുകയാണ് ഈ ഫിഗർ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എയും ഡിയും കൂടെ ജോയിൻ ചെയ്ത് അവിടെ നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ എ കെ ഡി എന്ന് വിളിച്ചു. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. അപ്പോൾ ആ ട്രയാങ്കിൾ എ കെ ഡിക്ക് 3 ആംഗിളാണ്. ഒരെണ്ണം ഇവിടെ അവർ തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിൾഡ് കെയിൽ റൈറ്റ് ആംഗിൾ 90 ആണ്. അപ്പോൾ ഇവിടെ എയും ഡിയും കൂടെ ബാലൻസ് 90 ആണ്. അപ്പോൾ അതിവിടോട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ ഉണ്ടാക്കി നമ്മളിവിടെ ഈ ബി ക്യു ഡി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് എക്സ്. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ കിടക്കുന്ന നമ്മളെ ബി എ ഡി എന്ന് പറയുന്ന ആർക്കിനകത്ത് കിടക്കുന്ന ആംഗിളാണ് നമ്മൾ എ. നോക്കിയേ, ബി ക്യു ഡിയുടെ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സായ ബിയും ഡിയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ആംഗിളാണ് എ. ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും എയുടെ ആംഗിൾ. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ x/2 ആണ്. തെറ്റാതിരിക്കാൻ വേണ്ടി വീണ്ടും ഒരു ഫിഗറും കൂടെ വരച്ചിട്ട് എ പി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സായ എയും സിയും സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഇത്. അതിനെ നമ്മൾ y എന്നെടുത്തു. അതിൻ്റെ എൻ പോയിൻറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ പി ആണ് അവിടുത്തെ അക്ഷരം, ലെറ്റർ പി ആണ്. അപ്പം എ പി സി എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ y, എ പി സി എന്ന് പറയുന്ന എയും സിയും ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളാണ് പി. അപ്പം ഇത് സെൻട്രൽ ആംഗിൾ y ആണെങ്കിൽ ഇത് y/2 ആണ്. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ നമ്മളെ പ്രൂഫ് ഈസിയായി. അപ്പം നമ്മളെ ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടെ 180 ആണ്. ഓൾറെഡി ഇത് 90 എന്ന് തന്നിട്ടുണ്ട്, അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫിഗറിനകത്ത്. അപ്പം ബാലൻസായ 2 ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പം 90 കിട്ടണമല്ലോ. അപ്പം ആംഗിൾ എയും ആംഗിൾ ഡിയുടെ കൂട്ടുമ്പോൾ 90 ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് x/2ഉം ആംഗിൾ ഡി എന്ന് പറയുന്ന y/2 ആണ്. s/2 + y/2 90 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുമ്പം 90 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ 90 ആണ്. അപ്പം നമ്മൾ എ പി സിയും ബി ക്യു ഡിയും അതിൻ്റെ സെൻട്രൽ ആംഗിളല്ലേ എക്സും വൈയും അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം കിട്ടിയപ്പോൾ നമ്മളെ പ്രൂഫായി. എക്സും വൈയും കൂടെ 90 ഇത് കിട്ടുമ്പോൾ നമ്മൾ 90 കിട്ടി. അപ്പം ഇത് എക്സും x/2 + y/2 ആണ് 90. അപ്പം x+y എന്ന് പറയുന്നത് നമുക്ക് x/2 + y/2 നമുക്ക് കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ആണ്. അപ്പോൾ x+y എന്ന് പറയുന്നത് 180 കിട്ടും. ഓക്കെ, x+y എന്ന് പറയുന്നത് പകുതി കൂട്ടുമ്പോൾ 90 ആണെങ്കിൽ ഫുള്ള് കൂട്ടുമ്പോൾ 180. നമ്മൾ പ്രൂഫ് ഓക്കെ ആയി.